പലതരത്തിലുള്ള അമ്മക്ക് വിളി കേൾക്കാറുണ്ട്. ഈ തരത്തിൽ ഹൈടെക് അമ്മക്ക് വിളി ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. പൂച്ച അപ്പി ഇട്ടിട്ട് മൂടിയിട്ടേക്കുന്ന പോലെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഞാൻ ഇത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. നടുവും തണ്ടലൊക്കെ പോണേണ്. പിന്നല്ല, അത് ഒരു മഴ വന്ന ഇത് പോയി. എന്ത് കള്ളത്തരോ കാണിച്ചു കൂട്ടണ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കണം. കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ടായിരുന്നു കുണ്ടന്നൂർ തേവര പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടന്നത്. അതും വാഹന ഗതാഗതം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചുകൊണ്ടായിരുന്നു അറ്റകുറ്റപ്പണി നടന്നത്. കാരണം അത്രയ്ക്കും സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരുന്നു ഈ പാലം. നമുക്ക് കാണാം പല സ്ഥലങ്ങളിലായിട്ട് ഇടവിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. അത്രയ്ക്കും കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു ഈ പാലം. അങ്ങനെയാണ് ജനകീയ ആവശ്യം ഉയരുകയും പ്രതിഷേധം ഉയരുകയും അതിനെ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തത്. പക്ഷേ അറ്റകുറ്റപ്പണി ഇപ്പോൾ കൂനിന്മേൽ കുരുവായി എന്ന അവസ്ഥയാണ്. നമുക്ക് കാണാം, അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ട് അടച്ച കുഴികളൊക്കെ വീണ്ടും അത് തിരികെ വരുന്നു. അതായത് കുഴി വീണ്ടും കുഴിയായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇങ്ങനെ ഈ പാലത്തിൻ്റെ പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ട് അടച്ച കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. അറ്റകുറ്റപ്പണി നടത്തി പാലം തുറന്നു കൊടുത്തപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന സാധന സാമഗ്രികൾ, പൊടികൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ കൂട്ടിയിട്ടായിരുന്നു പോയത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനെതിരെ പ്രതിഷേധം ഉയർന്നു. പക്ഷേ അതിനുശേഷം ഒരു മഴ പെയ്തപ്പോൾ വീണ്ടും പഴയപടി കണ്ടോ ഇതുപോലെ വലിയ കുഴികൾ. പിന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയതിൻ്റെ ഗുണമെന്താണ്? അറ്റകുറ്റപ്പണികളല്ല, കൂടുതൽ വൃത്തികേടാക്കി. അതായത് ജനത്തിൻ്റെ പൈസ ഉപയോഗിച്ചിട്ടാണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാലോ, ഇത് വീണ്ടും കുഴിയായി. ഇനി മഴ പെയ്താൽ കൂടുതൽ അപകടത്തിലേക്ക് പോകും. ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ഇവിടെ ടൂ വീലറാണ്. ചെറിയ കുഴികൾ കാണുമ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റിക്കും, പിന്നാലെ വരുന്ന വണ്ടി ഇടിക്കും. ഈ കുഴിയൊക്കെ അടയ്ക്കാനാണ് 2 ദിവസം അടച്ചിട്ടിട്ട് അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവർ മണൽപ്പൊടി, ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, മണൽപ്പൊടി വിതറി തൂകിയിട്ട് പോയി. തൊലിപ്പുറമേയുള്ള ചികിത്സ എന്ന് പറയില്ലേ, അതുമാതിരി അവർ ഒരു കൺകെട്ട് വിദ്യ കാണിച്ച് പോയതാണ്. ഒരാളും ഇതിന് മറുപടി പറയുന്നില്ല. അതെ, ഈ ബാനർ കണ്ടില്ലേ, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ. അങ്ങനെയല്ല, പലതരത്തിലുള്ള അമ്മക്ക് വിളി കേൾക്കാറുണ്ട്. ഈ തരത്തിൽ ഹൈടെക് അമ്മക്ക് വിളി ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. 2 ദിവസം അടച്ചിട്ടിട്ട് നശിപ്പിച്ചു വെച്ചിരിക്കുന്നതിനെ കാണാം. ഇത് ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്? റോഡിൻ്റെ അവസരം ചോദിച്ചാൽ 2.5 ദിവസം റോഡ് അടച്ചിട്ടിട്ട് ജനങ്ങളെ അതുപോലെ കഷ്ടപ്പെടുത്തി. പിന്നെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ചുമ്മാ കുഴിയിൽ പിന്നെ മെറ്റിൽ പൊടി ഇടുമായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ റോഡ് പൊളിയാൻ തുടങ്ങി. പിന്നെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ഞായറാഴ്ച സൺഡേ ഉള്ള ദിവസം 3-4 പണിക്കാർ ഇവിടെ കിടന്ന് ഓടും. ഞാനിവിടെ സ്ഥിരം ഈ പാലത്ത് നടക്കുന്നതാണ്. ഈ നടന്നിട്ട് ഇവർ കുറച്ച് തടിയും കൊണ്ടുവെക്കുന്നുണ്ട്, താറും കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു പണിയും ചെയ്തിട്ടില്ല. കുഴിയായി. ഇപ്പം തന്നെ കുഴിയായി. നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഞാൻ പുതിയ വണ്ടി എടുത്തിട്ട് എൻ്റെ വണ്ടിക്ക് തന്നെ സോക്കസ് മാറ്റിയിട്ടുണ്ട് ഈ കുഴി ചാടിയിട്ട്. അപ്പം ചെയ്തേക്കെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇവർ അടക്കാതെ റോഡ് ബ്ലോക്ക് ചെയ്യാതെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻ്റ് ഇല്ല. ഇത് ഇത്രയും ജനങ്ങളെ കഷ്ടപ്പെടുത്തിട്ട് ഇവർ ചെയ്തേക്കുന്നത് ഭയങ്കര മോശമായിട്ടാണ് ചെയ്തേക്കുന്നത്. അല്ലെ ചെയ്യാൻ അത് ഗുണമില്ല. എന്നിട്ട് ഇവർ ചെയ്തേക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് ഇതല്ല, പൂച്ച അപ്പി ഇട്ടിട്ട് മൂടിയിട്ടേക്കുന്ന പോലെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഞാൻ ഇത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അത് എൻ്റെ ആളുകളോട് ഞാൻ പറഞ്ഞു, ചെയ്തേക്കുന്ന മോശമാണ്. ആര് ചെയ്യിപ്പിച്ചാലും അത് ഭയങ്കര ജനങ്ങളുടെ നീതി പൈസ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കുന്ന കാര്യമാണിത്. ഓക്കെ, നടുവും തണ്ടലൊക്കെ പോണേണ്. പിന്നല്ല, ഒരു മഴ വന്ന ഇത് പോയി. എന്ത് കള്ളത്തരോ കാണിച്ചു കൂട്ടണ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കണം. ഇങ്ങനെ ഒരു അറ്റകുറ്റപ്പണി വേറെ എങ്ങും നടത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്. വിനു പാമ്പയ്ക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.